2004 മാരുതി 800 കാർബറേറ്ററാണ്. 2030 വരെ പേപ്പറുണ്ട്. ഓക്കെ, 2004 മോഡല്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. 2007 സ്കോർപിയോ സെക്കൻഡ് ഓണർ. 1,30,000 കിലോമീറ്റർ. 2006 ആൾട്ടോ LXi 2026 8 മാസം വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. 2007 ഇന്നോവ G4 2030 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. 27 റീടെസ്റ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള കല്ലമ്പലം യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. LMS ജംഗ്ഷൻ എന്ന് പറയുന്നിടത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ചെറുതും വലുതുമായ അതേപോലെ വണ്ടികളും എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും, അതായത് ഈ പറയുന്ന 7 തരത്തിൽ രീതിയിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ ഒരുപാട് വണ്ടികൾ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അത്യാവശ്യം സാധാരണക്കാർക്ക് തൊട്ട് മുകളിലോട്ട് നോക്കാം കേട്ടോ. കാരണം ചില ഷോപ്പുകളിൽ മിഡിൽ ക്ലാസ് ഫാമിലിക്കാണെന്ന് ഞാൻ പ്രത്യേകം പറയും. ഇത് സാധാരണക്കാർക്ക് തൊട്ട് മുകളിലോട്ട് നോക്കാവുന്ന ടൈപ്പ് വണ്ടികൾ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇപ്പം ന്യൂ ഇയർ ബേസ് ചെയ്ത് കിടക്കുന്ന പുതിയ സ്റ്റോക്കാണ്. അപ്പം നമുക്ക് ആ രീതിയിലുള്ള വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട്, വില വിവരങ്ങളൊക്കെ എങ്ങനെയാണ്, ന്യൂ ഇയർ ബേസ് ചെയ്ത് വിലയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമസ്കാരം. ന്യൂ ഇയർ പുത്തൻ സ്റ്റോക്കുകളുമായിട്ട് വന്നിരിക്കുന്നതാണ് ഞാൻ തുടക്കമേ പറഞ്ഞേക്കുന്നത്. 33 രൂപ തൊട്ടല്ലേ വണ്ടി കിടക്കുന്നത്? ഏത് സാധാരണക്കാർക്കും എടുക്കാവുന്ന തുകയിലുള്ള വണ്ടികൾ. അതേപോലെ നിങ്ങളുടെ കയ്യിൽ സ്ഥിരം വരുമ്പോൾ ഇഷ്ടം പോലെ രജിസ്ട്രേഷൻ വണ്ടികളും കാണാറുണ്ട്. ഇത്തവണ ഉണ്ടോ? അത്രേ ഉള്ളൂ. ഞാൻ തുടക്കം പറഞ്ഞേക്കുന്നതിൽ അത്തരത്തിലുള്ള വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാന്നുള്ള രീതിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത്തവണ 33 രൂപ തൊട്ട് എത്ര രൂപ വരെയുള്ള വണ്ടികളാണ് കിടക്കുന്നത്? 8 ലക്ഷം. ഓക്കെ. അപ്പം അതായത് ഒരു 2.5 താഴെയുള്ള വണ്ടികളാണ് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ 2 ലക്ഷം താഴെ നോക്കുന്നവർക്ക് ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഓക്കെ. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു? ആറ്റിങ്ങലാണ്, LMS ജംഗ്ഷനിലാണ്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ പൂവമ്പാറ പാലം കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനിലുമാണ്. LMS ജംഗ്ഷൻ, കല്ലമ്പലം യൂസ്ഡ് കാർസ്. നമുക്കിപ്പോഴേ ഈ ചില ഷോപ്പുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ 2018 തൊട്ടുള്ള വണ്ടിക്ക് വാറണ്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഇതായിട്ടൊരു 2026 തൊട്ടുള്ള പുതിയ നമ്മളെ വീഡിയോയ്ക്ക് തൊട്ട് അങ്ങോട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ഓഫർ വല്ലതും കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മളിത് അത്രയും പുതിയ വണ്ടിയല്ല ചെയ്യുന്നത്. 2020 മേലിലോട്ടൊക്കെ ഉള്ള വണ്ടിക്കാണെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുത്ത് ചെയ്യാം. ഇത് ഒരു 2010, 12, 13 ആ റേഞ്ച് വണ്ടികളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വരുന്ന കസ്റ്റമർ എടുത്ത് പറയാം, നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വണ്ടി നോക്കി എടുത്തുകൊണ്ട് പോവുക. നമ്മൾ പരമാവധി നോക്കിയാണ് വണ്ടികൾ എടുക്കുന്നത്. പിന്നെ ഒരു മെക്കാനിക്കിനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ പഴയ വണ്ടിയാണ്, ചിലപ്പോൾ ചെറിയ ചെറിയ പോരാക്കുറവുകളൊക്കെ വരും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എടുക്കുക. പിന്നെ ഈ പഴയ വണ്ടി എടുക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ പണി ഉള്ളത് മനസ്സിൽ കണ്ടു വേണം ഒരു വണ്ടി എടുക്കാൻ. അത് ഞാൻ ഇടക്കാലത്ത് പറയുമായിരുന്നു, ഇങ്ങനെ ചെറിയ 14,000 രൂപ പണി വെച്ചേക്കണം. ഏതൊരു വണ്ടി എടുത്താലും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഇത് കാണും എന്ന് വിചാരിച്ച് മേജർ എൻജിൻ പണിയോ ഗിയർ ബോക്സ് പണിയോ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാറില്ല. അതേപോലെ തന്നെ മേജർ ആക്സിഡൻ്റ് ഉള്ള വണ്ടിയും എടുക്കാറില്ല. ഓക്കെ. അപ്പം ഒരു വിശ്വസിച്ച് വന്ന വണ്ടികൾ എടുക്കുക. ഇൻ കേസ് എടുത്തുകൊണ്ട് പോയി ഒരാഴ്ചക്കകത്ത് എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ, അത് അല്പം സ്വല്പം മേജർ ആണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ അതുണ്ടെങ്കിൽ നമ്മൾ പരിഗണിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ. ഓക്കെ. 2012 വെൻഡോ ഡീസൽ ഹൈലൈൻ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. 4 പുതിയ ടയറാണ്. പുതിയതായിട്ട് മാറിയിട്ടേക്കാം. എന്ത് ഓടിയിട്ടുണ്ട്? 1.30 കമ്പനി സർവീസ്. 1.30 കമ്പനി സർവീസ്. ഇതുവരെയുള്ള എല്ലാം കമ്പനി സർവീസാണ്. ഇത് ഡീസലോ പെട്രോളാ? ഡീസൽ. മൈലേജ് 20 മേലിൽ കിട്ടും. ഇത് ഡുവൽ ടോൺ ആണോ? അല്ല, രണ്ടാമത് കളർ ചെയ്താണ്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്ന് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ബോണറ്റ് ബമ്പർ വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ളതൊന്നുമില്ല. ടയേഴ്സ് എല്ലാം പുതിയതെന്ന് പറഞ്ഞ് കൊള്ളാം. മോൻ്റെ ടയറാണ് ഇടയാണ്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? നമുക്ക് 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 50 രൂപയ്ക്ക് കൊണ്ട് ഇറക്കാൻ പറ്റും. 2010 ഇൻഡിക്ക വിസ്ത TDI 2030 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ.
സെക്കൻഡ് ഓണർ. ടയർ അല്പം ശോകമാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1.10. 1.10. ടൈമിംഗ് ചെയിനൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിങ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടി അകം കാണാനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഇതെന്താണ് ഇങ്ങനെ? ഓ, ഇത് ആ മാറ്റാണ്. മാറ്റിൻ്റെ ആണല്ലേ? ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഒലിച്ചിടയ്ക്കാം. ബാക്ക് ടയറൊക്കെ നോക്കിയാലും ആ ഒരു കണ്ടീഷനേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് 85,000 രൂപയ്ക്ക് കൊടുക്കാം. 85. ഇതിന്റെ പേപ്പർ ഇനി 30 വരെ ഉണ്ടോ? 2030 ലാസ്റ്റ് വരെ ഉണ്ട്. വേറെ എന്തെങ്കിലും പറയത്തക്ക അപാകത കംപ്ലൈന്റ് ഒന്നുമില്ല. വണ്ടി കൊള്ളാം, നല്ല വണ്ടി. ഈ ടയർ ഇതിപ്പോ ഒരു 2 ടയർ മാറി കൊടുക്കാൻ പറഞ്ഞാൽ മാറി കൊടുക്കൂ? ടയർ ഉണ്ട്, നല്ല ടയർ കിടക്കുന്നത്. ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട്, കുഴപ്പമില്ല. 2016 മോഡല് അമൈസ് ഡീസല് SX. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ടയർ കണ്ടീഷൻ അത്യാവശ്യം നല്ല ടയറുകളാണ്. ടയറെല്ലാം നല്ല പെട്രോളോ ഡീസൽ. മൈലേജ് ഒരു 17-18 20 മേലിൽ കിട്ടും. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണല്ലേ? ഫോളോസ് പവറിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതാണ്. എത്ര ചോദ്യം? ഇത് 3.25 രൂപയ്ക്ക് കൊടുക്കാം. 3.25. ലാസ്റ്റ് ആണോ? 3.85 ആണ്. 3.75 ഫൈനൽ കൊടുക്കാം നമുക്ക്. 3.5 ലോണും കിട്ടുന്ന വണ്ടിയാണ്. 3.5 വരെ കിട്ടും. അപ്പോൾ ഒരു 25 ഉണ്ടെങ്കിൽ അങ്ങ് ഇറക്കാം. 25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഉണ്ടോ? അല്ല എന്തെങ്കിലും പറയാം. ഗ്ലാസോ ബമ്പർ ബോണറ്റോ ഗ്ലാസോ ഏതോ ഒരെണ്ണം റീപ്ലേസ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല കമ്പനി സർവീസ് ആണ്. അപ് ടു ഡേറ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഈ മാറിയതെല്ലാം അതിനകത്തുണ്ട്. എല്ലാം കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് 2020 i20 പെട്രോൾ മാഗ്ന സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 1.70 കമ്പനി സർവീസ്. 1.70. ടയർ അത്യാവശ്യം നല്ല ടയറുണ്ട്. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. വണ്ടി കാണാനും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 4.5 രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്. 4.5. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പെട്രോൾ ആണ്? ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. ഓക്കെ. വണ്ടി ഓരോ കൊള്ളാം. വേറെ ചണക്കോ അങ്ങനെയുള്ളൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. നല്ല വണ്ടി. 2012 ഫോർഡ് ഫിഗോ ഡീസൽ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ടയർ പുതിയതാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1.20. അപ്പോൾ ടൈമിംഗ് ചെയ്യുന്ന എല്ലാം മാറിയിട്ടുണ്ട്. വണ്ടിക്കകം ഒക്കെ കൊള്ളാം. അതൊക്കെ അത്യാവശ്യം വൃത്തിയും മെനയൊക്കെ ഉള്ള രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 1.40 കൊടുക്കാം. 1.40. ടയർ എല്ലാം മാറി? ടയറെല്ലാം പുതിയതാണ്. 1 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഫോർഡാണ്. ലോൺ കിട്ടുമോ? 1 ലക്ഷം രൂപ ലോണുണ്ട്. 2010 ഡിസയർ VDI പുതിയ പേപ്പറാണ്. 2030 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ടയർ ആവറേജ്. ഓട്ടോ ഒക്കെ എന്താ ഓടി? ഇത് 1.5. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിനൊക്കെയോ? നല്ല മാറിയിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ വൃത്തിയാണ്. ഇത് ഇന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒന്ന് ചെയ്യാനുണ്ട്. നമ്മൾ റെഡിയാക്കി കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2.10 കൊടുക്കാം. 2.10. ലാസ്റ്റ് പ്രൈസ് ആണോ? എന്തെങ്കിലും പിന്നെ വന്ന് ഇതെല്ലാം നമ്മളെ കംപ്ലീറ്റ് ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് നീറ്റാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറയാൻ വലിയ സാധ്യതയില്ല. 2030 വരെ പേപ്പറുണ്ട്. ഓക്കെ. പിന്നെ വരട്ടെ, നമുക്ക് കസ്റ്റമറിന് എന്തെങ്കിലും കൂടെ പരമാവധി ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2016 ബ്രിയോ പെട്രോള് 45,000 കിലോമീറ്റർ. 45 കിലോമീറ്റർ ജെന്യൂൻ ആണേ? ടയർ പുതിയത്, പുത്തൻ ടയർ. അത് കാണുമ്പോൾ അറിയാം പുത്തൻ ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. പെട്രോളോ ഡീസലാണ്? പെട്രോൾ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 3.40 കൊടുക്കാം. 3.40. കഴിഞ്ഞ വീഡിയോയിൽ 3.5 നമ്മൾ പറഞ്ഞിരുന്ന പോയില്ല. 10 രൂപ കൂടെ മൈനസ് ചെയ്ത് 3.40 പറയാണ്. ഓക്കെ. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. ഇത് ലോൺ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ലോൺ കിട്ടും. 3 രൂപയ്ക്ക് ലോൺ കയറും. അപ്പോൾ ഒരു 40 രൂപ ഇറക്കാം. ഓക്കെ. 5 വർഷം ലോണും സൗകര്യമായിട്ട് കിട്ടുമല്ലോ. ഇത് 2017 ആൾട്ടോ 800 LXI 16,000 കിലോമീറ്റർ.
അത്ര ഓടിയിട്ടുള്ളൂ? അത്ര ഓടിയിട്ടുള്ളൂ. 17 അല്ലേ? ടയറാണ്. അല്ല 17 അല്ലേ? 17. അല്ലേ ഇതിപ്പോൾ ഏകദേശം ഒരു 7 വർഷമായില്ലയോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 12,000 കിലോമീറ്റർ ഓടി വണ്ടി ഉണ്ടായിരുന്നല്ലോ. ഏത് വർഷം? 2014 ആൾട്ടോ 100. ഇത് പക്ഷെ വണ്ടി കാണാൻ നല്ല വൃത്തി കേട്ടോ. അത് ഓട്ടത്തിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കാം. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് തുറക്കുമ്പം അത് ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2,85,000 രൂപ. 2,85,000 എന്തെങ്കിലും കുറയോ? 2.5 ലോണും ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും കുറയോ? ഒരു വർഷം കൂടി മാറി മറിയുകയാണ്. 2026 കടക്കുകയാണ്. കടന്നു വരട്ടെ, നമുക്ക് എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2017 കിഡ് ക്ലൈംബറാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ. 60 ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഈ ടച്ച് സ്ക്രീനൊക്കെ ഇത് വരുന്നില്ലേ? അതെ അതെ. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. നല്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 15 ആണോ? 15-16 റേഞ്ച് ഉണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ കാണാൻ പറ്റാം. ടയേഴ്സൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 3 ലക്ഷം രൂപ. 3 ലക്ഷം. 2.25 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടയറെല്ലാം പുതിയതാണ്. 2001 മാരുതിയാണ്. 2001 മാരുതി AC വരുന്ന വണ്ടിയാണ്. കാർബറേറ്റർ ആണോ? കാർബറേറ്റർ ആണ്. ഇതിൻ്റെ കിലോമീറ്റർ ഒന്നും ജെന്യൂൻ പറയാൻ പറ്റത്തില്ലല്ലോ? അറിയത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. ഇതിലൊക്കെ പഠിക്കാനായിട്ടുള്ളവർക്ക് സ്റ്റീരിയോ ഒക്കെ എടുത്ത് മാറ്റിയോ? നമ്മളൊന്നും എടുത്തില്ല, ഇന്ന് വന്നേ ഉള്ളൂ. സർവീസ് പോലും ചെയ്തില്ല. ആ വൃത്തിയിലാണ് കിടക്കണല്ലേ? ഇന്ന് വന്നേ ഉള്ളൂ. പൊടിയൊക്കെ കിടപ്പുണ്ട്. വേറെ തുരുമ്പ് അങ്ങനെ വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടിക്കാനില്ല, നല്ല വണ്ടി. ഡ്രൈവ് ചെയ്ത് പഠിക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിക്കുള്ള ഒരു വണ്ടി. ഇവിടെയൊക്കെ അഴുകിരിക്കുന്നതിൻ്റെ കാര്യം വന്നതേ ഉള്ളൂ. സർവീസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെതായ അഴുക്കാണ് കാണുന്നത്. റീപ്ലേസ് ഇതിൽ പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ഇല്ല. ഇല്ല. ടയറൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിക്ക് ടയർ ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് സ്കൂട്ടിയുടെ പൈസ ആവുന്നുള്ളൂ. എത്രയാണ്? 33 രൂപയ്ക്ക് കൊടുക്കാം. എത്ര? 33,000 രൂപയ്ക്ക്. 33,000 രൂപയിൽ പിന്നെ എന്തെങ്കിലും കുറയൂ? എനിക്ക് കമ്മീഷനൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും കുറയൂ? കുറയ്ക്കാൻ ഞാൻ 33 രൂപ ഉള്ളൂ. അല്ല, നമുക്ക് പേരും ഓണർഷിപ്പും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 33 രൂപ. 2013 ഇയോൺ മാഗ്ന. സെക്കൻഡ് ഓണർ. 83,000 കിലോമീറ്റർ. 83 ഓടി. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല, പക്ഷെ എന്നാലും കിലോമീറ്റർ അത്യാവശ്യം ഓടി എന്നുള്ളതാണ്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. ഇതേതാ? മാഗ്ന അല്ലേ? പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുണ്ടോ? ചെറിയൊരു സ്പോട്ട് കിടപ്പുണ്ട്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ് ആണ്. എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. 160. ഏത് വർഷം? 2013. ഒരു 1.30 ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 30 രൂപ ഇറക്കാം. വേറെ അപാകതകളൊന്നും കണ്ടില്ല. കളർ ഫെയ്ഡൊന്നുമില്ല. പക്ഷെ ആ ഗ്ലാസ്സിൽ മാത്രം ചെറിയൊരു ഇത് പൊട്ടിത്തെറിച്ചൊന്നുമല്ല. പക്ഷെ എന്നാലും ഒരു പൊട്ട് പോലെ ഒരു സംഭവം ഉണ്ട്, അത്രേ ഉള്ളൂ. ഗ്ലാസ് മാറിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. അതെ, അത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, വേറെ അപാകതയായിട്ട് കാണാനില്ല. 2006 ആൾട്ടോ LXi. 2026 8-ാം മാസം വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4 ആയി. ടയറൊക്കെ പുതിയതാണ്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സീറ്റ് കവറുണ്ട്. പിന്നെ വണ്ടിക്കകം കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കുറച്ച് ടച്ച് ആൻഡ് പോളിഷനുള്ള ചെറിയ സ്ക്രാച്ച് നമുക്ക് ചെറിയ പൈസയ്ക്ക് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് വരുന്ന ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമുക്കിത് 55 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. വെറും 55,000 രൂപ. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഇതിന്റെ കാര്യങ്ങളൊന്നും എന്തെങ്കിലും പാച്ചവർക്കോ അങ്ങനെ ബീഡിംഗ് ഒക്കെ മാറി കൊടുക്കുമോ? ഇതൊക്കെ ഇത് ചെറിയ പൈസക്ക് ഇതൊക്കെ ഒരു ബീഡിംഗ് ഒക്കെ ഇട്ട് കൊടുത്തുവിടണ. ബീഡിങ് അതൊന്നുമില്ല, ഒന്ന് ചെറുതായി ഒട്ടിക്കാനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയറൊക്കെ പുതിയതാണ്. ടയർ കൊള്ളാം, നല്ല ടയേഴ്സാണ്. 55 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2013 വാഗണർ VXi. സെക്കൻഡ് ഓണർ. 60,000 കിലോമീറ്റർ. 60 ഓടി. ഈ കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ഇതെങ്ങനെയാണ്? കമ്പനി സർവീസുള്ള വണ്ടിയാണോ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബോണറ്റ് ബമ്പർ അങ്ങനെ ഒന്നുമില്ല.
വണ്ടിക്കകമൊക്കെ കൊള്ളാം. പക്ഷെ സ്റ്റീരിയോ ഇളക്കി എടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ വെച്ച് കൊടുക്കുമോ? ഇളക്കിയൊന്നും എടുത്തില്ല, അതിൽ സ്റ്റീരിയോ ഇരിക്കില്ല. എവിടെ ഇരിക്കുന്നത്? സ്റ്റീരിയോ ഉണ്ട്. സ്റ്റീരിയോ ഇനി ഹൈലൈറ്റ് ചെയ്ത് ആൾക്കാർ പറയും ഞാൻ ഇളക്കി എടുത്തു. അല്ല, സ്റ്റീരിയോ ഉണ്ട് സംഭവം. അതിൻ്റെ നടുക്ക് ഒരു ഊട്ട കണ്ടപ്പം ഞാനത് പോയെന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2.65 കൊടുക്കാം. 2.30, 2.25 ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തുക ഇട്ടാൽ വാഗണർ കൊണ്ടുപോകാം. എത്ര വർഷം നമുക്ക് ഇത് ലോൺ സൗകര്യം കാണും? 3 കൊല്ലം ചെയ്ത് കൊടുക്കാം. 3 കൊല്ലം. 2010 റിറ്റ്സ് LDI, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. ഓട്ടം എന്താണ്? എന്തോ ഓടിയിട്ടുണ്ട്? 2 ലക്ഷം കിലോമീറ്റർ, കമ്പനി സർവീസ്. 2 ലക്ഷം ഓടി. അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഡീസൽ. എഞ്ചിൻ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞോളൂ. 2030 വരെ പേപ്പറുണ്ട്. 20 മേലെ മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. പവർ വിൻഡോസ് ഇല്ല അല്ലേ? പവർ വിൻഡോ ഇല്ല. അതിൽ നമുക്ക് ഈ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അതിൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആഡ് ചെയ്ത് കൊടുക്കാം. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന്റെ ടൈമിംഗ് ചെയിനൊക്കെയോ? എല്ലാം മാറിയിട്ടുണ്ട്. അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. 2012 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. i10. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. എന്തോ 76,000 കിലോമീറ്റർ. മൈലേജ് ഒരു 13-14. 14-15 ആ റേഞ്ച് കൂട്ടിയാൽ മതി. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഫോർഡോ പവർ വിൻഡോസും മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 2.40 കൊടുക്കാം. 2.40 ലാസ്റ്റ് പ്രൈസ് ആണോ? ടയറൊക്കെ പുതിയത് എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. 2004 ഇഞ്ചക്ടർ മാരുതിയാണ്. ഇഞ്ചക്ടറാണ്. 2029 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഓക്കെ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? ഒന്നുമില്ല. കിലോമീറ്റർ പറയാൻ പറ്റത്തില്ല. വണ്ടിയുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കുഴപ്പമില്ല. സ്റ്റീരിയോ ഒക്കെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ തുരുമ്പോ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 48 രൂപയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലും കൂടെ കുറയ്ക്കേ? 2026 വരെയാണ്. പുതിയ പേപ്പറാണ്. ഇപ്പോൾ പേപ്പർ എടുക്കണമെങ്കിൽ 25,000 രൂപ ആണ്. ടെസ്റ്റിന് മാത്രം 25,000 രൂപ ആണ്. ഇപ്പോൾ പഴയ വണ്ടികളിൽ വന്ന ഏറ്റവും വലിയ അടി ഇതാണല്ലേ. ഒരുപാട് വണ്ടി പഴയത് എടുക്കുന്നത് 2030 വരെ ഓടിക്കാം. പേപ്പറുണ്ട്. 30 വരെ ഓടിക്കാം. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തുക നമ്മൾ മുടക്കേണ്ടി വരും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അതാണ് ഇപ്പോഴത്തെ നിയമത്തിൽ വന്ന ഓരോരു പോരായ്മ. സാധാരണക്കാർ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ എന്നെ പോലെ ഇതെടുക്കാൻ വരുന്നവരെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു മുട്ടടിയാണ് കൊടുത്തത്. 2004 മാരുതി 800 കാർബറേറ്ററാണ്. 2030 വരെ പേപ്പറുണ്ട്. ഓക്കെ. 2004 മോഡല്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. പക്ഷേ ഈ വണ്ടി മറ്റേ വണ്ടിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ലൊരു വണ്ടി. വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഇതിൽ സ്റ്റീരിയോ ആയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല നീറ്റാണ്. ക്വാളിറ്റി ഉണ്ട്. കണ്ട ഇവിടെയൊക്കെ തന്നെ നോക്കുകയാണെങ്കിലും വേറെ അപാകതകളൊന്നും കാണുന്നില്ല. അതേപോലെ ഡോർ പാഡിൻ്റെ ഈ പോർഷനൊക്കെ നല്ല സ്റ്റിച്ചാണ്. അതേപോലെ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല, തുരുമ്പില്ല. അതുകൊണ്ട് തന്നെ കൊള്ളാം, വണ്ടി കൊള്ളാം. ബാക്ക് ടയർ നോക്കിയാലൊക്കെ നല്ല ടയർ കിടപ്പുണ്ട്, വലിയ കുഴപ്പമില്ല. ബാക്ക് സൈഡ് സീറ്റൊക്കെ നോക്കിയാൽ നീറ്റാണ്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡിൻ്റെ ഡോർ പാഡും ഒക്കെ കൊള്ളാം. അതെ, ക്വാളിറ്റി ഉണ്ട്. വണ്ടി കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 47 രൂപയ്ക്ക് കൊടുക്കാം. 47. 2030 വരെ പേപ്പറുണ്ട്. 30 വരെ ഉണ്ട്. 2007 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. 27 വരെ പേപ്പറുണ്ട്. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ടയർ കൊള്ളാം, നല്ല ടയർ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ. എന്ത് ഓടി? 79,000. വണ്ടിക്കകം കൊള്ളാം, സീറ്റ് കവറായിട്ട് ഓടിക്കാനും മെക്കാനിക്കലി കൊള്ളാം, നല്ല വണ്ടി. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോറൊക്കെ തന്നെയാണ് ഇതിനും കൊള്ളാം, നല്ല സ്പീഡുണ്ട് പിടിച്ചിട്ട്. ബാക്ക് സൈഡ് ടയറൊക്കെ കൊള്ളാം. ഡോർ പാഡ് നോക്കുകയാണെങ്കിലും മോശമല്ല. ഇവിടെ ഒരു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഒരു എന്തോ സ്ക്രൂ പോയി, അത്രേ ഉള്ളൂ. അല്ലാത്ത ദോഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര എണ്ണ ചോദിക്കുന്നത്? ഇത് ലാസ്റ്റ് 83 രൂപയ്ക്ക് കൊടുക്കാം. 83,000. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2009 A-Star LXi
2029 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 പുതിയ ടയർ. ACയും പവർ സ്റ്റിയറിംഗ് ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുമല്ലോ. കൂളിംഗ് ഒക്കെ ഉള്ളതാണേ, കൂളിംഗ് ഒക്കെ നല്ലപോലെ ഉള്ളതാണേ. ഓ, വണ്ടിക്കകമൊക്കെ കൊള്ളാം, നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പവർ വിൻഡോസ് ഇല്ല എന്നുള്ളതാണ് അല്ലേ? അതെ. സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 120 കൊടുക്കാം. ഏത് മോഡലാണ്? 2009 29 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുള്ള വണ്ടി 120. ടയർ പുതിയത്. ഒന്ന് കഴുകി വെളുപ്പിക്കേണ്ടി വരും. അത് സർവീസ് ചെയ്ത് കൊടുക്കാം. ചെറിയ പുട്ടി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അല്ല, വേറെ കംപ്ലൈൻസ് ഒന്നും കാണുന്നില്ല. കൊള്ളാം വണ്ടി. വേറെ 2014 ആൾട്ടോ 800 LXi, 49,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് റീപ്ലേസ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? LXi. വണ്ടിക്കകം കൊള്ളാം, നല്ല സീറ്റ് കവറൊക്കെ കിടപ്പുണ്ട്. വണ്ടിക്കകം വൃത്തിയുണ്ട് കാണാൻ, അതൊന്നും കുഴപ്പമില്ല. ഓൾട്ടോ ഗ്രേ കളർ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നീറ്റാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 180-185 ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 15 രൂപ ഉണ്ടെങ്കിൽ 3 വർഷം അല്ലേ? 3 അല്ല 4 കൊല്ലം ചെയ്യാം, കിട്ടാം. അപ്പോൾ ഈ 4 കൊല്ലം ആകുമ്പോൾ ഇതിൻ്റെ അടവ് എങ്ങനെയായിരിക്കും? അടവ് ഒരു 5 രൂപ, ആ റേഞ്ച് വരുള്ളൂ. 2011 ആൾട്ടോ LXi, AC മാത്രം വരുന്നതാണ്, പവർ സ്റ്റിയറിംഗ് ഇല്ല. AC മാത്രമേ ഉള്ളൂ. AC കൂളിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, പക്കയാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 80,000 കിലോമീറ്റർ. കിലോമീറ്റർ ജനുവിനാണേ? എത്ര ചോദ്യം? നമുക്ക് 90 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 90? 1 ലക്ഷത്തിൽ താഴെ അത്യാവശ്യം വണ്ടികൾ ഉണ്ടല്ലേ? അതെ, ബഡ്ജറ്റ് വണ്ടികളാണ് ഇത്തവണ കൂടുതലും കിടക്കുന്നത്. ഞാൻ ഒരു 2 രൂപ റേഞ്ചിനകത്തുള്ള വണ്ടി ഒരുപാടുണ്ടല്ലേ? 2018 ഓൾട്ടോ LXi, ഓൾട്ടോ 800 LXi, 23,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോസ് ആണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. എത്ര ചോദിക്കുന്നത്? 2,85,000 രൂപയ്ക്ക് കൊടുക്കാം. 2,85,000. ഏകദേശം ഒരു 2.5-2.60 ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 20-25 രൂപയാണ് ഇറക്കാൻ പറ്റുന്നത്. 2013 ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം, 1,30,000 കിലോമീറ്റർ, കമ്പനി സർവീസ്. ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. 4 പുതിയ ടയർ. നല്ല അലോയ്സും കിടപ്പുണ്ട്. നല്ല ടയർ. ഇവിടെ ഗിയർ നോബ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതതിൻ്റെ കവർ പോയതാ. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. നല്ല പോഷ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഫോർഡല്ലേ, ആരോഗ്യം മൊത്തം എടുത്ത് തുറക്കണം. സ്റ്റെപ്പിനിയും കൊള്ളാം, അത്യാവശ്യം പുത്തൻ ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് കിലോമീറ്റർ ജെനുവിൻ അല്ലേ? ജെനുവിൻ. 130 സെക്കൻഡ് ഓണർ. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ. ടൈമിംഗ് ചെയിനോ? എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. 2007 സ്കോർപിയോ, സെക്കൻഡ് ഓണർ. 1,30,000 കിലോമീറ്റർ. ടയേഴ്സൊക്കെ പുത്തൻ ടയറാണോ? അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. സീറ്റ് കവറൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാൽ അതൊക്കെ നീറ്റാണ്. ഇതിൻ്റെ പേപ്പറൊക്കെ ഇനി എത്ര നാളുണ്ട്? 2027 വരെ ഉണ്ട്. ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ് ആണ് കിടക്കുന്നത്. ഓക്കെ. ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ്. ഉള്ളിലോട്ട് നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല. ടോപ്പ് കുറച്ച് അഴുക്കുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ വണ്ടി കൊള്ളാം. ഇവിടെ ഡോറിൻ്റെ ഈ ഭാഗത്ത് പിടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അല്ല വേറെ ഒന്നും കണ്ടില്ല. അതേപോലെ ഇവിടെയൊക്കെ വെച്ച് ടച്ചാൻ ടയേഴ്സൊക്കെ കിടും ടയേഴ്സാണ്. ഇച്ചിരി ടച്ചാൻ പോളിഷ് പരിപാടി ഉണ്ട് അല്ലേ? അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം? 2.10 കൊടുക്കാം. 2.10 എന്തെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കാം. 2007 ഇന്നോവ G4 2030 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. 27 റീടെസ്റ്റ് ആണ്. 27 പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC ബാക്ക് വൈപ്പർ വരുന്ന വണ്ടിയാണ്.
ഇത് ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഐ മീൻ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡോ അതിന് അങ്ങനാണല്ലോ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. സീറ്റ് ബേസ് ചെയ്ത് നല്ല ക്വാളിറ്റിയാണ്. അതേപോലെ ടോപ്പൊക്കെ നോക്കിയാലും നീറ്റാണ് കേട്ടോ. വലിയ അഴുക്ക് പ്രശ്നങ്ങൾ കാണുന്നില്ല. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയാണ്. എത്ര ചോദ്യം? 3.15 കൊടുക്കാം. 3.15. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. നല്ലൊരു അലോയ് വീൽ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. ബ്ലാക്ക് കളർ. കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? 290 ജെന്യൂൻ കിലോമീറ്റർ. 2014 ഇന്നോവ G4. ഓണർഷിപ്പ് തേർഡ് ഓണർ. ഒറിജിനൽ കേരള അല്ലേ? കേരള വണ്ടി, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. ഫ്രീ ആണ്. ഓക്കെ. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം നീറ്റാണ്. കഴിഞ്ഞ വണ്ടിയെ കണ്ടതിനേക്കാളും നീറ്റാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് ഓക്കെ, കൊള്ളാം. എത്ര ചോദ്യം? ഇത് 7,90,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തോ ഓടിയിട്ടുണ്ട് ഈ വണ്ടി? 180. ടോപ്പൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. അഴുക്കൊന്നുമില്ല. ആ രീതിയിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നല്ല ഇല്ല. ടയേഴ്സ് ആവറേജ് ആണ്. പുതിയ ടയർ. ഇതോ? അതാ ഇപ്പോൾ അവിടെ നിന്ന് ഇതാക്കിയ. ഇത് പുത്തൻ ടയറാന്ന് കണ്ടാൽ എനിക്ക് തോന്നിയില്ല. 10,000 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുള്ളത്. ആണോ? എത്ര ചോദ്യം? എത്ര? 7,90 കൊടുക്കാം. 7,90. ഇത് ലോൺ കയറുമോ? ലോൺ കയറും. 6-6.5 രൂപ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. 33,000 രൂപ മേളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു. അതേപോലെ 2 ലക്ഷത്തിന് താഴെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. അപ്പം ചെറിയ വണ്ടി, എന്നെ പോലുള്ള ചെറിയ വണ്ടി എടുത്ത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ഓടാൻ വേണ്ടി ചെറിയൊരു വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകരിച്ചാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.